ഷഫീദ്, ഇതിനോടകം തന്നെ ഈ കമ്പനിയിൽ നിന്നും അത് വിശദീകരണമൊക്കെ തേടിയിട്ടുണ്ട്. അത് കേസായി മാറുകയും ചെയ്യുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും ഈ സംഭവത്തെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിൽ ആ രീതിയിലുള്ള അന്വേഷണം കേന്ദ്രത്തിന്റെ ഭാഗത്തും ഉണ്ടാവും. സംസ്ഥാനവും നിയമപരമായ എല്ലാ വശങ്ങളും നോക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സംസ്ഥാന ദുരന്തമായി തന്നെ ഈ കപ്പലപകടത്തെ പ്രഖ്യാപിക്കുമ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാവുകയാണ്. ഇനി ആ രീതിയിലുള്ള നടപടികളും ഒക്കെ തന്നെ ഈ കമ്പനിക്കെതിരെ ഒക്കെ സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോഴും ഈ ആശങ്കകൾ പൂർണ്ണമായും നമ്മുടെ തീരത്ത് നിന്നും അകന്നു പോയിട്ടില്ല. നിലവിൽ കപ്പൽ ഈ കടലിനടിയിലാണ്. അതിന്റെ കൃത്യമായ സ്ഥാനം എവിടെയാണ്? കപ്പൽച്ചാലാണ്, അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. അതിനെ മറ്റ് കപ്പലുകൾ പോകേണ്ട വഴിയുമാണ്. അവിടെ അതുണ്ടാക്കുന്ന അപകട സാധ്യതകൾ അത് വലുതുമാണ്. അപ്പോൾ ഇതെല്ലാം വലിയ പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ കൃത്യമായി മറുപടി പറയേണ്ടത് കപ്പൽ കമ്പനിയാണ്. എങ്ങനെ അപകടമുണ്ടായതിന്റെ കാലപ്പഴക്കം എത്രയായിരുന്നു? ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ കമ്പനിയിൽ നിന്നും വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കേസായി തന്നെ അത് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സംസ്ഥാനം വ്യക്തമാക്കുന്നത്. പ്രജിൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ചില വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ തീരദേശ മേഖലയിൽ ആകെ അതുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായും വലുതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, അതേപോലെ തിരുവനന്തപുരം, ഇപ്പോൾ അവിടെയും കടന്നത് കന്യാകുമാരിയിലേക്കൊക്കെ പോകുന്നു. അത് മറ്റ് ചില വിഷയങ്ങളിലേക്ക് കൂടി കടന്നേക്കാം എന്നുള്ള സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നമുക്കുണ്ടായിരിക്കുന്ന ആഘാതം അത് എത്ര വലുതാണ് എന്നുള്ള കാര്യം നമുക്ക് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയാനുള്ളത് നമ്മളുടെ തീരദേശ മേഖല ഇപ്പോൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഈ കണ്ടെയ്നറുകൾ വന്നടിയുന്നു. അത് ഈ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ തീരത്തെ കടിഞ്ഞ പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ ടഗ് ബോട്ടുകൾ, ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തടിഞ്ഞ കണ്ടെയ്നർ നീക്കാൻ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ടഗ് ബോട്ടുകൾ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ചിലവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പലതരത്തിലുള്ള വകുപ്പുകളെ കൂടിച്ചേർത്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയൊക്കെ വലിയ പരിശോധനയും ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഗൗരവമായി സർക്കാർ കാണുന്നു. മാത്രമല്ല, നമ്മളുടെ നിയമ നടപടികൾക്കും നിയമ വഴികൾക്കും ഇത് സഹായകരമാകും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. പ്രജിൻ, ഷഫീദ്, ഇപ്പോൾ നേരത്തെ ഷഫീദ് പറഞ്ഞ കാര്യം, ഈ രാജ്യാന്തര കപ്പൽച്ചാലിനാണ് ഈ അപകടമുണ്ടായത്. പക്ഷേ സംസ്ഥാനത്തിനാണ് അതിൻ്റെ വലിയ ആഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്ന്, ഈ പറയുന്ന പോലെ കണ്ടെയ്നറുകൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മുടെ തീരത്തേക്ക് അടിയുന്ന സാഹചര്യം, അതിലുള്ള വസ്തുക്കൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം, അതിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം എന്ന അവസ്ഥ, അവിടെ ജനങ്ങൾ വലിയ ആശങ്കയിൽ കഴിയേണ്ട സ്ഥിതി, അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട്, അതിൽ വരുന്ന ചിലവുകൾ, ഇതെല്ലാം സംസ്ഥാനം വഹിക്കേണ്ടി വരുന്നു എന്നതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചാണോ ഇങ്ങനെ സംസ്ഥാന ദുരന്തമായി തന്നെ പ്രഖ്യാപിച്ചത്? ഇപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ സംസ്ഥാനത്തിനുണ്ടാവുന്ന മറ്റ് നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കേന്ദ്ര സർക്കാരിനെ ഇത് സംസ്ഥാന ദുരന്തമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാനൊക്കെ ഇനി സംസ്ഥാനത്തിന് കഴിയില്ലേ? പ്രജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം നടന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലാണെങ്കിലും ഈ അപകടത്തിൻ്റെ തുടർ ഇമ്പാക്റ്റുകൾ, പ്രത്യേകിച്ച് അതുമൂലം ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് ഈ പൂർണ്ണമായും എല്ലാ കണ്ടെയ്നറുകളും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും പരിഗണിക്കണം, പരിശോധിക്കണം. മാത്രവുമല്ല, നമ്മൾ ഈ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളിത് ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അത് സംസ്ഥാനത്തിന് ഇതൊരു സംസ്ഥാന ദുരന്തമായി എന്നുള്ള കാര്യമൊക്കെ പ്രഖ്യാപിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്നുള്ളൊരു വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ പങ്കുവെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ മുന്നോട്ട് പോകുമ്പോഴുള്ള ഇതിൻ്റെ കാര്യങ്ങളടക്കം അത് എത്രത്തോളം നിർണായകമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. യെസ്, ഷഫീദ് തുടരുക. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MSC എൽസാത്രി എന്ന കപ്പൽ അപകടം, അത് ഉണ്ടാക്കിയിരിക്കുന്ന പാരിസ്ഥിതിക ആഘാതമൊക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ ആ കപ്പൽ അപകടത്തെ ഒരു സംസ്ഥാന ദുരന്തമായി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചുകൊണ്ടാണ് ഈ നടപടി എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളതിന് പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ അല്പസമയം മുൻപ് 24 സ്ക്രീനിൽ കാണുകയും ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങളിലൊക്കെ തന്നെ ഇത് സംസ്ഥാന ദുരന്തമാണ് എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഇതിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിലവിൽ കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടിക്കുള്ള വകുപ്പുകൾ അത് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ. അതിനുള്ള നിയമോപദേശം ഇപ്പോൾ തേടുകയും ചെയ്തിട്ടുണ്ട്. ആ അവസരത്തിലാണ് ഇപ്പോൾ ഇതിനെ സംസ്ഥാന ദുരന്തമായി കൂടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ സംസ്ഥാനം പുറത്തിറക്കിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.